ഇത് ആരുടെ വണ്ടിയാടാ? അവിടുത്തെ എങ്ങോട്ടാ പൊതിയൊക്കെ ആയിട്ട്? ഓ, ഇത് ഇത്തിരി എണ്ണയും കുഴമ്പുവാടാ. അവനോട് പറഞ്ഞ എന്നും അങ്ങ് സിനിമയല്ലയോ. അങ്ങേർക്കിപ്പോ എങ്ങനെയുണ്ട്? ഇപ്പൊ കുഴപ്പമില്ലെന്നാ തോന്നുന്നത്. ഈ അറ്റാക്ക് അങ്ങനെ പൊടുന്നതിന് വരൂടാ. മുതുകുവേദനയും കൈതരിപ്പൊക്കെ നേരത്തെ അറിയുന്നല്ലേ? സാർ അത്യാവശ്യം കുടിച്ചിട്ടുണ്ടായിരുന്നേ. ആ, അങ്ങനെയാണെങ്കിൽ അറിയാൻ ഒക്കത്തില്ല. ഞാൻ കഴിയണോ? ഓ വേണ്ട, നീ പോലും കഴിച്ചിട്ട് ഉറങ്ങി. അവന് ചോറെടുത്ത് വെക്ക്, ഞാൻ പോവാ. ആ താക്കോലിങ്ങളാ, കഴുകിയിട്ടേക്കാം. ആ കൊച്ചിൻ്റെ കൂടെ ആരുണ്ട് ആശുപത്രിയില്? ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട്. ഏട്ടാ, ഏത് ട്രൂപ്പിന്റെ ലെറ്റേഴ്സ് ഇൻവിറ്റേഷൻസ് ഒക്കെ മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. നീ വന്ന് കഴിക്കും. ഇതിനൊക്കെ എത്ര മൈലേജ് കിട്ടൂടാ? ഇതിന് ഒരു 10-12 കിട്ടുമായിരിക്കും. ഇതാ ഒന്ന് കഴുകിയിട്ടേരാ. അത് ശരി. ഞങ്ങളുടെ ട്രൂപ്പായ കൊച്ചും ഏട്ടാ വാ കഴിക്കാം. ഇത് ഏട്ടൻ്റെ ആണെന്ന് ചോദിക്കാൻ പറഞ്ഞു വലിയേട്ടൻ. നാഷണൽ ഫിലിം അവാർഡ്സ്. ശോഭി, നിനക്കിത് എവിടെ കിട്ടിയേ? എടാ, ഇത് കാറിന്റെ സീറ്റിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ. ഞാൻ കുറച്ച് ദിവസം മുമ്പ് അത് കഴിയുമ്പോൾ ഞാനിതിൽ സിനിമ എന്നൊക്കെ കണ്ടപ്പോൾ എന്റെ ഡാഷ്ബോർഡിൽ വെച്ചിരുന്നു. എന്താ മോനെ, വല്ല കാര്യമുള്ള കടലാസമാണോ? എന്താ കൃഷ്ണനുണ്ണി ഇത്? ഇത്രയും ശ്രദ്ധയില്ലാതെയാണോ നിങ്ങൾ ഇത് ഹാൻഡിൽ ചെയ്തത്? പോലീസ് ചെക്ക് ചെയ്ത കാര്യമൊന്നും അന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. ഹലോ. എന്തായി ആർ സി, എനി ചാൻസ്? ഞാൻ രഘുവിന് കൊടുക്കാം. പ്രകാശേ, പറയാൻ വിഷമമുണ്ട്. ഞാൻ ചൗധരിയെ കൊണ്ട് 3-4 ഒഫീഷ്യൽസിനെ വിളിച്ച് ക്രോസ് വെരിഫൈ ചെയ്തു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരാഴ്ചയെങ്കിലും മുമ്പ് അറിഞ്ഞിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും തിരികെ കയറ്റാമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ അവരാരും ആ സിനിമ കണ്ടിട്ട് പോലും ഇല്ല പ്രകാശ്. എടോ, ഈ പ്രൊഡ്യൂസർ സൈൻ ചെയ്ത അഫിഡവിറ്റ് അത് മിസ്സാവാന്ന് പറഞ്ഞ് ഈ കാര്യം ഇപ്പോൾ മോഹനോട് എങ്ങനെ അവതരിപ്പിക്കും? അതിനെക്കുറിച്ച് ആലോചിക്കും. ഐസിയുന്റെ പുറത്ത് ആരെങ്കിലും ഒക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് ആരെയും കണ്ടില്ലല്ലോ. ഒരു പ്രോബ്ലം ഇല്ലാതെ തിരിച്ചു വന്നില്ലേ, പിന്നെ നിനക്ക് അറിയുന്നേ? എനിക്ക് ഒന്നുമില്ലടി. ഈ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ തോന്നുന്നു എന്തോ വലിയ അസുഖമാണ്. ഒന്നുമില്ല, ഡ്രിപ്പ് കയറ്റാൻ വേണ്ടി ഇവിടെ ഇങ്ങനെ ഒരു സൂര്യ കുത്തി കയറ്റി വെച്ചിട്ടുണ്ട്, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ എന്തെങ്കിലും ഒരു സന്തോഷമില്ലാതെ നിൽക്കുന്നത്? പറഞ്ഞില്ലേ, എനിക്ക് ഒന്നുമില്ലെന്നേ. ഐ എം ഓൾ റൈറ്റ്. ഒന്നുമില്ല മോളെ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ച് ഐസിയുലാക്കുവേ. അവൾ എന്നെ ഇതുവരെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കണ്ടിട്ടില്ലല്ലോ ഡോക്ടറെ. അതിൻ്റെ ഒന്നുമില്ല മോളെ, കാരണം കേട്ടോ. അതെ, മറ്റന്നാളാണ് ബൈപ്പാസ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. യാതൊരു രീതിയിലും ടെൻഷൻ കൊടുക്കരുത്. ഇനി ആരെത്ര വലിയ ടെൻഷൻ തന്നാലും എനിക്ക് ഏക്കില്ല ഡോക്ടറെ. എൻ്റെ ഉള്ളിൽ നിറച്ച് സന്തോഷമാണ്. നാളെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദിവസമല്ലേ, അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം. ഇവനെ എത്ര കിടന്ന് ഓടിയതാ, ഏതായാലും അതിൻ്റെ റിസൾട്ട് കിട്ടാതിരിക്കില്ല, അല്ലടാ? നഴ്സുമാർ പറയായിരുന്നു സെഡേഷനിൽ പോലും അവാർഡിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന്. എന്താ നിങ്ങളൊക്കെ വല്ലാതിരിക്കുന്നത്? കൃഷ്ണനുണ്ണി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് എന്താണെങ്കിലും എന്നോട് പറ. ചെറിയൊരു എന്താ കൃഷ്ണനുണ്ണി, ചെറിയൊരു അവാർഡിലൊക്കെ എന്തിരിക്കുന്നു? ഹെൽത്ത് അല്ലേ പ്രധാനം, അല്ലേ? അല്ല, എനിക്കിപ്പോൾ അങ്ങനെയല്ല. ജീവിതത്തിൽ എനിക്ക് സിനിമ കഴിഞ്ഞാൽ വേറെ എന്തും ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ 10-30 വർഷമായിട്ട്
അത് വെറും ഒരു സ്വപ്നം മാത്രമായിട്ട് കഴിച്ചു കൂട്ടിയത്. അങ്ങനെയുള്ള എനിക്ക് ദൈവം അറിഞ്ഞു തന്നതാ ഈ ക്യാരക്ടർ. അതിന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അംഗീകാരം ഇത്. എനിക്കിപ്പോൾ അതാ പ്രധാനം. നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ ഇതൊരു അതിമോഹമായിട്ട് തോന്നാം. എനിക്കങ്ങനെയല്ല. എനിക്കങ്ങനെയല്ല. ആ അച്ഛാ, എന്താടാ? റൂമിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് കാര്യം പറഞ്ഞോ? ഇല്ല പിന്നെന്ത് ചെയ്യും? അച്ഛാ, ഞാൻ നല്ലതിന് വേണ്ടി ചെയ്യുന്നതൊക്കെ അവസാന നിമിഷം ഒരു കുഴപ്പമായിട്ട് മാറുക. ആ, നീ ഇപ്പം അതും ഇതും ആലോചിച്ച് വിഷമിക്കണ്ട. ദേ, അമ്മായി ഇവിടെ ഉണ്ട്, ഞാൻ അമ്മായി കൊടുക്കാം. ദാ, ആ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ തന്നെ പുള്ളിയോടെല്ലാം പറഞ്ഞാലോ എന്ന് ആലോചിക്കുക. അയ്യോ, അബദ്ധമൊന്നും കാണിക്കല്ലേ. ഹാർട്ട് ഓപ്പറേഷനുള്ള ആളാ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അതൊന്നും പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. വേറൊരാളിൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണെന്ന് ആലോചിക്ക്. ഒരു വഴി തെളിയും, തെളിയാതിരിക്കത്തില്ല. ഞാനാ പറയുന്നത്. ആ, ഈ ICUവിൽ കിടക്കുന്നവർ സമ്മതിക്കണം കേട്ടോ. നടുക്കടലിൽ പെട്ട പോലെ. TV ഇല്ല, ന്യൂസും ഇല്ല, നമുക്കൊന്നും അറിയാൻ പറ്റില്ല. നിങ്ങൾക്കൊക്കെ എന്താ മോളെ ഒരു സന്തോഷമില്ലാത്തത്? ഡോക്ടർ വേറെ എന്തെങ്കിലും കുഴപ്പം പറഞ്ഞോ? അച്ഛ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് കൂട്ടല്ലേ. അച്ഛനിവിടെ ആശുപത്രിയില്ല. അതിൻ്റെതായ സങ്കടം ഇവിടെ എല്ലാവർക്കും ഉണ്ട്. ആ സങ്കടം വേണ്ടെന്നേ അച്ഛൻ പറയുന്നുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്കുള്ളത് ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞാലും. ദേ പ്രകാശേട്ടാ, തമാശ കളിക്കല്ലേ. പ്രയാസം ഉണ്ടാക്കുന്നൊന്നും പറയാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ശ്ശേ, സാർ, ഞാനൊരു വഴി പറയട്ടെ. ഓരോന്നിങ്ങനെ കാട് കയറി ആലോചിച്ചപ്പോൾ തോന്നിയാ. ശ്രീയോട് പറഞ്ഞപ്പം നിങ്ങളോടെല്ലാവരോടും ഒന്ന് ചോദിക്കാൻ പറഞ്ഞു. വളച്ചു കെട്ടാതെ കാര്യം പറയടൂ. അതായത് അവാർഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മോഹൻ സാർ എങ്ങനെ അറിയുന്നത്? റൂമിൽ TV അല്ലേ ഉള്ളത്, ന്യൂസിലൂടെ അറിയും. ആ TV കാണിക്കുന്ന ന്യൂസ് നമ്മളുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തന്നത്. എങ്ങനെ? മോഹൻ സാറിനാണ് അവാർഡ് എന്ന് പറയുന്ന പോലെ ഒരു ന്യൂസ്. അത് ഈ സിനിമയിലൊക്കെ കാണിക്കുന്ന പോലെ നമുക്ക് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റിയ, എന്നിട്ടത് സാറിൻ്റെ റൂമിൽ TV കണക്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയ. മണ്ടത്തരം പറയാതെ കൃഷ്ണനുണ്ണി, ഇതാണ് ഐഡിയ. ശരി, ഇനിയിപ്പോ അങ്ങനെ കാണിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. അയാൾ അത് വിശ്വസിച്ചു എന്നും ഇരിക്കട്ടെ. കുറച്ചു ദിവസം കഴിയുമ്പോൾ അതിന് സത്യം മനസ്സിലാക്കത്തില്ലേ? അപ്പൊ എന്ത് ചെയ്യും? അല്ല, അപ്പോഴേക്കും ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് സാർ ഓക്കെ ആയിട്ടുണ്ടാവില്ലേ? എന്ന് പറഞ്ഞ അല്ല, ഈ പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുകയാണെങ്കിൽ നാളെ വൈകുന്നേരത്തിന് മുമ്പേ ഇത് ഒപ്പിച്ചെടുക്കാൻ പറ്റുമോ? ശ്രമിച്ചു നോക്കാം സാറേ, എങ്ങനെയെങ്കിലും നടത്തിയെടുക്കാം. മതി. ഇനി കൂടുതൽ ഐഡിയ ഒന്നും ആരും പറയണ്ട. എന്തിന്റെ പേരിലായാലും അയാളെ കബളിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. സാർ, അയാൾക്ക് കുറച്ചൊക്കെ വിഷമം ഉണ്ടാവുമായിരിക്കും, എങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചോളാം. പ്രകാശേട്ടാ, നാളെ കഴിഞ്ഞ് സർജറിയാണ്. ഒന്നുകൂടെ ആലോചിച്ചിട്ട്. സാറേ, എൻ്റെ കയ്യിൽ നിന്ന് വന്ന അബദ്ധമാണ് സാറേ. എൻ്റെ കൂടെ ശ്രദ്ധ കുറവാണ്. മോഹൻ സാർ സന്തോഷമായിട്ട് ഓപ്പറേഷൻ പോട്ടെ. ബാക്കിയെല്ലാം നമുക്ക് വഴി നടത്തി വെച്ച് കാണാം. സർ പ്ലീസ്.